ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സബ്സ്ക്രൈബർ വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ്, രാകേഷ് പറഞ്ഞൊരു രീതി ചെയ്തിട്ട് എൻ്റെ വാഹനത്തിൻ്റെ വാർണിംഗ് ലൈറ്റ് കെട്ടുപോയില്ല. ഞാൻ ചോദിച്ചു എന്താ സംഭവം, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, വാഹനത്തിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുമ്പോൾ നെഗറ്റീവ് ടെർമിനൽ ഊരി വിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൽ ഏതെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് പോകുന്നതായിരിക്കും. പക്ഷേ എൻ്റെ വാഹനത്തിൽ ഈ കംപ്ലൈൻറ്റ് വന്നപ്പോൾ അത് പോയില്ല. ഞാൻ ശരിക്കും ഈ പറഞ്ഞൊരു ടിപ്പ് യൂസ് ചെയ്യേണ്ട സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു വാർണിംഗ് ലൈറ്റ് വന്ന് ആ കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ഒരു വാർണിംഗ് ലൈറ്റ് പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ നമ്മുടെ വാഹനത്തിൽ ഏതെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെന്ന് നെഗറ്റീവ് വയർ ഊരി വിട്ട് പിന്നെ കണക്ട് ചെയ്ത് ആ വാർണിംഗ് ലൈറ്റ് കളയല്ല ചെയ്യേണ്ടത്. ശരിക്കും ഒരു വാഹനത്തിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ 3 തവണ, അതായത് കൃത്യം 3 തവണയെങ്കിലും ആ കംപ്ലൈൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ECM അത് സെൻസ് ചെയ്തിട്ടാണ് ഒരു വാർണിംഗ് ലൈറ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ വാർണിംഗ് ലൈറ്റ് കാണിച്ചു തരുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, എത്രയും പെട്ടെന്ന് ഷോറൂമിൽ കൊണ്ട് കാണിച്ച് അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ട് കാണിച്ച് ഈ വാഹനത്തിന്റെ ആ വാർണിംഗ് ലൈറ്റ് അഥവാ ആ ഒരു കംപ്ലൈന്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൽ ഒരു വാർണിംഗ് ലൈറ്റിന്റെ ഒരു കംപ്ലൈന്റ് കണ്ടാൽ ഒരു കാരണവശാലും അത് ചെറിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു വാർണിംഗ് ലൈറ്റ് വന്നതല്ല, ഇനി നെഗറ്റീവ് വയർ ഊരി വിട്ടതിന് ശേഷം കണക്ട് ചെയ്ത് കൊണ്ട് കാണിക്കേണ്ട, അത് തന്നെ പൊക്കോളും എന്നുള്ള ചിന്തയിൽ ഇരിക്കരുത്. കാരണം ചിലപ്പം നെഗറ്റീവ് വയർ ഊരി വിട്ടതിന് ശേഷം കണക്ട് ചെയ്താൽ ഈ പ്രോബ്ലം കാണിക്കണമെന്നില്ല, ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് മാറും. അതിനുശേഷം നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റിൻ്റെ വാർണിംഗ് ലൈറ്റും വന്ന് ചിലപ്പോൾ വാഹനം സ്റ്റാർട്ട് ആകാതെ വരും, അല്ലെങ്കിൽ ഓടാതെ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് വന്ന സമയത്ത് തന്നെ നമ്മളത് കൊണ്ട് കാണിച്ചത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ പേടിക്കാതെ തന്നെ നമുക്ക് വാഹനം ഓടിക്കാം, അഥവാ വഴിയിലാകാതെ തന്നെ വാഹനം ഓടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു വാർണിംഗ് ലൈറ്റ് നിങ്ങളുടെ വാഹനത്തിൽ കാണിച്ചാലും അത് കളയാനല്ല ശ്രമിക്കേണ്ടത്. അഥവാ നെഗറ്റീവ് വയർ ഊരി വിട്ട് കഴിഞ്ഞാൽ പോകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മെമ്മറി പോവുകയാണ് ചെയ്യുന്നത്. ഈ മെമ്മറി പോകുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഈ മെമ്മറി എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള കണക്ഷൻ, അതായത് നമ്മുടെ ബാറ്ററി എന്നുള്ളൊരു കണക്ഷൻ പോകുന്നുള്ളതുകൊണ്ടാണ് ആ ഒരു വാർണിംഗ് ലൈറ്റ് പൂർണ്ണമായിട്ട് പോകുന്നത്. പക്ഷേ ഇത് പോവാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് കാണുമായിരിക്കും. ഏതെങ്കിലും ഒരു പാർട്ട് ഫുള്ളായിട്ട് ഡിഫക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു സെൻസർ, അതിപ്പം ചിലപ്പോൾ ഒരു VSS സെൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡിയുടെ അവിടെ വരുന്ന ഒരു സെൻസർ ആയിക്കോട്ടെ, ആ സെൻസർ കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് ചെറിയ രീതിക്ക് മാൽ ഫംഗ്ഷനിങ്, അതായത് സെൻസർ പൂർണ്ണമായിട്ട് പോയിട്ടില്ല, ഇടയ്ക്ക് മാത്രം വർക്ക് ചെയ്യാതെ വരുന്നൊരു കണ്ടീഷൻ വന്നാൽ പോലും ഈ പറയുന്നൊരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാർണിംഗ് ലൈറ്റ് കാണിക്കും. വാർണിംഗ് ലൈറ്റ് കാണിച്ചാൽ കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്ത് നോക്കി എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു വാർണിംഗ് ലൈറ്റ് കളയാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും വാർണിംഗ് ലൈറ്റ് കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.